നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ കറണ്ട് എനർജി, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ ചിന്താധീനരായിട്ടിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു, എന്തെല്ലാമാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി? എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫൈറ്റിങ്ങിൻ്റെ എനർജിയാണ്. ഇത് നൈറ്റ് ഓഫ് സോഡ് എന്ന എനർജിയാണ്. നൈറ്റ് ഓഫ് സോഡ് അതായത് ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് മല്ല് പിടിച്ചിരിക്കുമായിരിക്കും, ഭയങ്കര ഭ്രാന്ത് പിടിച്ചിട്ട് ചിലപ്പോൾ ഹെക്റ്റിക് വർക്ക് ചെയ്തിട്ടായിരിക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈറ്റിംഗ് ആണ്. രണ്ടാമത്തത് ലവേഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹമാണ്, പക്ഷേ മൈൻഡ് വളരെ കോൺഫ്ലിക്റ്റഡ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ആയിരിക്കും ഈ ആക്രോശം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് ഇരിക്കുകയായിരിക്കും. അടുത്തത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ നിറയെ സ്നേഹമുള്ള ഒരാളാണ്, പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കില്ല, നിങ്ങൾ അത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ നിങ്ങൾ സ്നേഹം കൂടെ പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഉള്ള സ്നേഹം ഉള്ളിലിരുന്നോട്ടെ, പ്രകടിപ്പിക്കേണ്ടെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക. നെക്സ്റ്റ് കാർഡ് ക്രിയേറ്ററാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോടൊരു മടുപ്പ് തോന്നുന്നുണ്ടാവും. ഇതൊന്ന് തീർന്നേച്ച് വേണം എനിക്ക് അടുത്ത ഒരു പരിപാടി ചെയ്യാൻ എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കാര്യത്തെ നിങ്ങൾ പിന്തുടർന്ന് ചേസ് ചെയ്ത് സ്വന്തമാക്കിയതിന് ശേഷം അടുത്തതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പദ്ധതി ഇടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ എന്തെങ്കിലും ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം ഈ നിമിഷം വീഡിയോ കാണുമ്പോൾ. നെക്സ്റ്റ് പേഷ്യൻസിൻ്റെ കാർഡാണ്. ഇത് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ പണത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം. നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ സ്വന്തമാണെന്ന്, പക്ഷേ അത് നിങ്ങളിലേക്ക് അനുഭവവേദ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എപ്പോൾ നിങ്ങളിലേക്ക് വരും എന്ന് കരുതി നിങ്ങൾ അതിനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് മൈൻഡാണ്. മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു. പാസ്റ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചതെന്ന് ആലോചിക്കുന്നു. മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക്